السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ നേതാക്കൾ, സാദാത്തുക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വടകര ഡിവിഷൻ SSF സംഘടിപ്പിക്കുന്ന പെരുന്നാൾ സമ്മേളനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ഈ പരിപാടികളെല്ലാം അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും സന്തോഷത്തിനും നന്മക്കും വക നൽകുന്ന പരിപാടികളായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ ചെറിയ സമയത്തിനുള്ളിൽ ഇവിടെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചെറിയ സമയം മാത്രം സംസാരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ലോകം മുഴുക്കെയുള്ള സത്യവിശ്വാസികൾ വളരെയേറെ സന്തോഷം പ്രകടിപ്പിക്കുകയും എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ സമുദായത്തിൽപ്പെട്ടവരും മുസ്ലിമീങ്ങളോടൊപ്പം ഈ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് സന്തോഷത്തിൽ പങ്കാളികളാവുകയും ചെയ്യുന്ന ഒരു നല്ല സമയത്താണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ സമയത്ത് പറയാനുള്ള ഏറ്റവും വലിയ ഉന്നതമായ സന്ദേശം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഉപ്പാപ്പമാരിൽ ഏറ്റവും വലിയ പ്രധാനികളാണ്. ആ രണ്ട് മഹാന്മാരും ലോകത്തിന് സമർപ്പിച്ച ആശയങ്ങൾ, ആ ആശയങ്ങൾ സൗഹൃദത്തിന്റെയും സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും ഔദാര്യത്തിന്റെയും ആശയങ്ങളാണ്. ലോകസൃഷ്ടാവായ അല്ലാഹുവിന്റെ സന്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ വലിയ താൽപര്യമുള്ള ഒരു മഹാനായിരുന്നു. അതുകൊണ്ടാണ് അന്ത്യനാൾ വരെ ആ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അനുസ്മരിച്ചുകൊണ്ട് ഭക്ഷണം വിതരണം ചെയ്യാൻ ഒരു വകുപ്പ് പരിശുദ്ധ ഇസ്ലാമിൽ കൽപ്പിക്കപ്പെട്ടത്. അതാണ് ബലികർമ്മം എന്ന് പറയുന്നത്.
ഒട്ടകത്തെയും ആടിനെയും പോത്തിനെയുമൊക്കെ അറുത്തുകൊടുക്കുക എന്നതാണ് ബലികർമ്മം. ജീവനോട് കൊടുത്താൽ അത് ഉളഹിയ്യത്താകുന്നില്ല. കാരണം ഭക്ഷണം ആകണമെങ്കിൽ അറവ് നടക്കണം. അറുത്താൽ മാത്രമാണ് ഭക്ഷ്യവസ്തുവായി മാറുന്നത്. ഭക്ഷണം കൊടുക്കുന്നതിൽ വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ കാരണം കൊണ്ടാണ് മഹാനവറുകളെ അനുസ്മരിച്ചുകൊണ്ട് അന്ത്യനാൾ വരെ ഭക്ഷണം വിതരണം ചെയ്യാനുള്ള ഒരു അവസരം അല്ലാഹു സൃഷ്ടിച്ചത്. 4 ദിവസം തുടർച്ചയായി ആ 2 മഹാന്മാരെയും അനുസ്മരിക്കുന്ന ദിനങ്ങളായി ദുൽഹജ്ജ് 10, 11, 12, 13 ദിനങ്ങളിൽ ലോകമെമ്പാടും ഭക്ഷണം വിതരണം ചെയ്യുന്നു. ചെറിയ പെരുന്നാളിന് അരിയാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് മാംസമാണ് വിതരണം ചെയ്യുന്നത്. രണ്ടും ഭക്ഷ്യവസ്തു തന്നെയാണ്. പരിശുദ്ധ ഇസ്ലാം ഏത് ആഘോഷം വരുന്ന സമയത്തും അതിന്റെ പേരിൽ അമിതമായി ആഹ്ലാദിച്ച് നാട്ടിലുള്ള സമാധാനം തകർക്കുന്നതിന് പകരം നാട്ടിലുള്ള പാവങ്ങൾക്കും നാട്ടിലുള്ള ജനങ്ങൾക്കും ഉപകാരപ്രദമായ വിഷയങ്ങൾ പഠിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ചെറിയ പെരുന്നാളിന് അരി വിതരണം ചെയ്യണം സാധുക്കൾക്ക്, വലിയ പെരുന്നാളിന് ബലിയർത്ത് മാംസം വിതരണം ചെയ്യണം എന്ന് കൽപ്പിച്ചിട്ടുള്ളത്. അവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നോമ്പിനോടനുബന്ധിച്ചുള്ള പെരുന്നാൾ വരുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. സംസ്കരണം നേടിയവൻ വിജയം കൈവരിച്ചു എന്നാണ്. മനുഷ്യന് വേണ്ടത് സംസ്കരണമാണ്. ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്നും ദുഷിച്ച ചിന്തകളിൽ നിന്നും ദുഷിച്ച ചെയ്തികളിൽ നിന്നും മനുഷ്യൻ സംസ്കരിക്കപ്പെടണം. അത് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. അവന്റെ നാഥനായ റബ്ബിന്റെ പേര് അനുസ്മരിക്കുകയും പറയുകയും തക്ബീർ ചൊല്ലുകയും വേണം. ഫസല്ല, അവൻ നിസ്കരിക്കുകയും വേണം. ഇത് ഒരു ഭാഗത്ത് വലിയ പെരുന്നാളിനെ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞപ്പോൾ ബലികർമ്മത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞത് ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഓ മുഹമ്മദ് നബിയെ, അങ്ങേക്ക് ധാരാളം നന്മ നിശ്ചയമായും നാം നൽകിയിരിക്കുന്നു. അൽ കൗസർ എന്നതിന് 20-ലധികം വ്യാഖ്യാനങ്ങൾ ഇമാം റാസി ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനത് 2 ദിവസം തുടർച്ചയായി ആ ഒരു സൂറത്ത് മാത്രം പാറക്കടവിൽ വെച്ച് പ്രസംഗിച്ച CD ഇപ്പോഴും ലഭ്യമാണ്. അൽ കൗസർ എന്ന വാക്കിന്റെ നേരെ അർത്ഥം ധാരാളം നന്മ എന്നാണ്. അതിന് പല വ്യാഖ്യാനങ്ങളും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ധാരാളം നന്മ നൽകി എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു പറയുന്നു ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. താങ്കളുടെ നാഥന് അവിടുന്ന് നിസ്കാരം നിർവഹിക്കണം, പ്രാർത്ഥന നിർവഹിക്കണം. വൻഹർ, നിങ്ങൾ അറുക്കുകയും വേണം. ഈ അറുക്കുക എന്ന് പറയുന്നതിന് 2 വശം ഉണ്ട്. ഒന്ന്, നമുക്കറിയാവുന്നതുപോലെ ചെറിയ പെരുന്നാളിന് നൽകുന്ന സക്കാത്ത്, അതിന് 2 വശമുണ്ട്. ഒന്ന്, സാധുക്കൾക്ക് ഭക്ഷ്യവസ്തു ലഭിക്കുക എന്നതാണ്. മറ്റൊന്ന്, അതിലൂടെ മനുഷ്യൻ സംസ്കരിക്കപ്പെടുക എന്നതുമാണ്. അതാണ് സക്കാത്ത് എന്ന വാക്കിന്റെ 2 വശങ്ങളാണ്. അത് രണ്ടിന്റെയും അർത്ഥവും ആ വശം ഉൾക്കൊള്ളുന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതുപോലെ വൻഹർ, അറവ് നടത്തണം എന്ന് പറഞ്ഞതിന് 2 അർത്ഥങ്ങൾ ഉണ്ട്. ഒരർത്ഥം ജനങ്ങൾക്ക് ഭക്ഷ്യവസ്തു ലഭിക്കാൻ വേണ്ടി അതിനനുയോജ്യമായ മൃഗങ്ങളെ അറുത്തു വിതരണം ചെയ്യണം എന്നതാണ്. അതിന്റെ ഒരു ബാഹ്യമായ അർത്ഥം ആണത്. ആ അർത്ഥം ശരിയുമാണ്. എന്നാൽ അതിന്റെ പുറമെ അതിന് മറ്റ് പണ്ഡിതന്മാര് പറഞ്ഞ വേറെ ഒരു അർത്ഥം ഉണ്ട്. അതെന്താണ്? വൻഹർ,
നിങ്ങൾ അറുത്തുമാറ്റണം എന്നാണ്. എന്താണ് അറുത്തുമാറ്റേണ്ടത്? മനുഷ്യന്റെ ഹൃദയത്തിലുള്ള ദുഷിച്ച ചിന്തകൾ, മനുഷ്യ ഹൃദയത്തിലുണ്ടാകുന്ന അഹങ്കാരം, അസൂയ, വർഗീയത, ഭീകരത, തീവ്രത, അതുപോലെ തുടങ്ങി മനുഷ്യ സമൂഹത്തിൽ നന്മ വിതക്കുന്നതിന് പങ്ക് വരുന്ന എല്ലാം ദുഷിച്ച ചിന്തകളും സ്വഭാവങ്ങളും ഉണ്ടോ, അതെല്ലാം മനുഷ്യന്റെ മനസ്സിൽ നിന്ന് അറുത്തുമാറ്റണം എന്നാണ്. അത് വൻഹർ എന്ന വാക്കിന്റെ ഒരു അർത്ഥമാണ്. ഇന്നാ അഅതൈനാകൽ കൗസർ, ഓ നബിയെ, അങ്ങയ്ക്ക് നാം അൽ കൗസർ ധാരാളം നന്മ തന്നിരിക്കുന്നു. ഫസല്ലി ലിറബ്ബിക വൻഹർ, അതിനാൽ തങ്ങളുടെ നാഥന് അവിടുന്ന് പ്രാർത്ഥന നടത്തണം, നിസ്കാരം നിർവഹിക്കണം. വൻഹർ, അതുപോലെ അങ്ങയുടെ അനുയായികളും അങ്ങയെ അനുസരിക്കുന്നവരും സർവ്വജനങ്ങളും അവരുടെ മനസ്സിൽ നിന്ന് ദുഷിച്ച ചിന്തകളും ദുഷിച്ച ആശയങ്ങളും ദുഷിച്ച സ്വഭാവങ്ങളും അവർ അറുത്തുമാറ്റണം. അതും വൻഹർ എന്ന വാക്കിന്റെ ആന്തരികാർത്ഥമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ബലികർമ്മത്തെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് പ്രത്യേകം പറഞ്ഞു, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങൾ ഒരു ബലിമൃഗത്തെ അറുത്തതിനാൽ അതിന്റെ മാംസമോ അതിന്റെ രക്തമോ ലോകസത്താവായ അല്ലാഹുവിന്റെ അടുക്കൽ, ദൈവത്തിനടുക്കൽ എത്തുന്നില്ല. അതിന്റെ മാംസം ദൈവത്തിലേക്ക് ചേരുന്നില്ല, അതിന്റെ രക്തം ദൈവത്തിലേക്ക് ചേരുന്നില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, മറിച്ച് നിങ്ങളിൽ നിന്ന് ദൈവത്തിലേക്ക് എത്തുന്നത്, അല്ലാഹുവിലേക്ക് എത്തുന്നത് നിങ്ങളുടെ ഭക്തിയാണ്. നിങ്ങളുടെ ഭക്തിയാണ്. ഭക്തിയുടെ ഉറവിടം എവിടെയാണ്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സഹോദരന്റെ രക്തവും മറ്റൊരു സഹോദരന്റെ അഭിമാനവും അതുപോലെ മറ്റൊരു സഹോദരന്റെ സമ്പത്തും അതെല്ലാം പവിത്രതയുള്ളതാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് അത് മനസ്സിലാണ്, ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണ്. അഥവാ മനുഷ്യന്റെ ഹൃദയത്തിലാണ് യഥാർത്ഥ ഭക്തി. ഒരു മനുഷ്യന് നീണ്ട താടിയുള്ളത് കൊണ്ട് ഭക്തി ഉണ്ടാകണം എന്നില്ല, ഒരു വലിയ തലയെക്കെട്ട് കെട്ടിയത് കൊണ്ട് ഭക്തി ഉണ്ടാകണം എന്നില്ല, ഒരു മനുഷ്യന് നീളക്കുപ്പായവും വെള്ളക്കുപ്പായവും ഇട്ടതുകൊണ്ട് ഭക്തി ഉണ്ടാകണം എന്നില്ല. ഭക്തി എന്ന് പറയുന്നതിന്റെ ഉറവിടം അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണ് എന്ന് ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ നെഞ്ഞിലേക്ക് ചൂണ്ടി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് തന്നെയാണ് ബലിമൃഗത്തെ അറുത്തു കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഭക്തിയാണ് അല്ലാഹുവിലേക്ക് എത്തുന്നത്, അല്ലാതെ നിങ്ങൾ അറുക്കുന്ന മൃഗത്തിന്റെ മാംസമല്ല, നിങ്ങൾ അറുക്കുന്ന മൃഗത്തിന്റെ രക്തമല്ല. മനുഷ്യന്റെ മനസ്സാണ് ആദ്യമായി നന്നാകേണ്ടത്. മനുഷ്യ മനസ്സ് അത് വിശാലമായ മനസ്സാകണം. മനുഷ്യരിൽ എല്ലാവരും ഒരേ മതക്കാര് അല്ല, എല്ലാവരും ഒരേ പാർട്ടിക്കാര് അല്ല, എല്ലാവരും ഒരേ സംഘടനക്കാര് അല്ല. മനുഷ്യരിൽ വിവിധ മതക്കാരുണ്ടാകും, മതം തീരെ ഇല്ലാത്തവർ ഉണ്ടാകും. മനുഷ്യരിൽ ധാരാളം പാർട്ടിക്കാർ ഉണ്ടാകും, ഒരു പാർട്ടിയും ഇല്ലാത്തവനും ഉണ്ടാകും. മനുഷ്യരിൽ വിവിധ സംഘടനക്കാരുണ്ടാകും, ഒരു സംഘടനയിലും മെമ്പർഷിപ്പ് ഇല്ലാത്തവരും ഉണ്ടാകും. അവിടെയെല്ലാം മനുഷ്യരെ മനുഷ്യരായി കാണാൻ സാധിക്കണം. അവനവന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും അത് വളരെ ഭംഗിയായി നിർവഹിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ വികാരം വ്രണപ്പെടുത്തുന്നതോ മറ്റുള്ളവരുടെ മനസ്സിനെ നോവിപ്പിക്കുന്നതോ ആയ ഒരു വിഷയവും ഒരു യഥാർത്ഥ സത്യവിശ്വാസിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതലായി പറയുന്ന വിഷയം നമുക്കെല്ലാവർക്കും അറിയാം.
ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആകാശങ്ങളും ഭൂമികളും സൂര്യനും നക്ഷത്രങ്ങളും ഗാലക്സികളും ഗോളങ്ങളും സസ്യങ്ങളും മത്സ്യങ്ങളും ഉറുമ്പുകളും ആനകളും പരലുകളും തിമിംഗലങ്ങളും ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല എന്ന തത്വമാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒരു തത്വം. പക്ഷേ അത് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽമ്. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഹൈന്ദവർ ആരാധിക്കുന്ന, മറ്റു മതക്കാർ ആരാധിക്കുന്ന അവരുടെ ആരാധ്യ വസ്തുക്കളെ, അവർ ദൈവമായി വിശ്വസിക്കുന്ന വ്യക്തികളെ, വസ്തുക്കളെ നിങ്ങൾ തെറി പറയാൻ പാടില്ല, നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല, നിങ്ങൾ അതിനെ ഇൻസൾട്ടാക്കി സംസാരിക്കാൻ പാടില്ല. കാരണം അങ്ങനെ വരുമ്പോൾ അത് ലോകത്ത് പ്രശ്നം സൃഷ്ടിക്കാൻ കാരണമാണ്. നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആരാധിക്കുന്ന അല്ലാഹുവിനെ അവർ തിരിച്ചും ചീത്ത പറയും. അത് സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും. പലപ്പോഴും സത്യത്തിനെതിരായി ജനങ്ങൾ ചിന്തിക്കാൻ കാരണമാകും. അങ്ങനെ തുടങ്ങി അത് പ്രശ്നങ്ങളുണ്ടാകാൻ മാത്രമാണ് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നു, അവൻ മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതേ സമയത്ത് മറ്റൊരാൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ തെറി പറയാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നു. നിങ്ങൾ നോക്കൂ, മറ്റൊരാളുടെയും വികാരം വ്രണപ്പെടുത്താൻ പാടില്ല, ആരെയും അവമതിക്കാനും നിന്ദിക്കാനും പരിഹസിക്കാനും പാടില്ല. നിങ്ങൾ കണ്ടില്ലേ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഒരു വ്യക്തി കൊല്ലപ്പെട്ടു പോയി. ഖുർആൻ ആ സംഭവം പറയുന്നുണ്ട്. കൊല്ലപ്പെട്ട മനുഷ്യന്റെ കുടുംബങ്ങൾ, സഹോദരന്റെ സന്താനങ്ങൾ പുറത്തിറങ്ങി, ആ വ്യക്തി ഞങ്ങളുടെ പിതൃ സഹോദരനെ വധിച്ചവരെ കണ്ടെത്തണം, ശക്തമായ അന്വേഷണം വേണം, ഉടനെ തന്നെ കണ്ടെത്തണം എന്ന് പറഞ്ഞ് അവർ പുറത്തിറങ്ങി ബഹളം വെക്കാൻ തുടങ്ങി. മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അതിന്റെ നിജസ്ഥിതി അറിയാൻ, ആരാണ് കൊലപ്പെടുത്തിയത് എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ലോകസത്താവായ പടച്ചവരോട് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹൂ ബഖറ, നിങ്ങൾ ഒരു പശുവിനെ അറുക്കണം എന്നാണ് ലോകസത്താവായ പടച്ചവൻ പറയുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, അതത്തഖിദുനാ ഹുസുവാ, ഓ മൂസ, നിങ്ങൾ നമ്മളെ പരിഹസിക്കുകയാണോ? ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യനെ കൊല്ലപ്പെട്ടു പോയി എന്ന് പറയുമ്പോ അതിന് നിങ്ങൾ ലോകസത്താവായ പടച്ചവന്റെ ദൂതരാണെന്ന നിലക്കതിന് പരിഹാരം വേണമെന്ന് പറയുമ്പോ നിങ്ങളൊരു പശുവിനെ അറുക്കണം എന്നാണോ പറയുന്നത്? നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മറുപടി എന്താണ്? ഖാല അഊദു ബില്ലാഹി അൻ നകൂന മിനൽ ജാഹിലീൻ, വിവരമില്ലാത്തവരുടെ കൂട്ടത്തിൽ, വിവരം കെട്ടവരുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെട്ടു പോകുന്നതിന് ഞാൻ എന്റെ പടച്ചവരോട് കാവൽ ചോദിക്കുന്നു. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? പരിഹസിക്കുക എന്ന് പറയുന്നത് വിവരം കെട്ടവരുടെ സ്വഭാവമാണ്. കളിയാക്കുക, പരിഹസിക്കുക, അവമതിക്കുക, ഇൻസൾട്ടാക്കുക, അത് വിവരം കെട്ടവരുടെ സ്വഭാവമാണ്. ആ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെട്ടു പോകുന്നതിൽ ഞാൻ പടച്ചവനോട് കാവൽ ചോദിക്കുന്നു. ഞാൻ വെറുതെ നിങ്ങളെ പരിഹസിക്കാൻ പറഞ്ഞതല്ല, ഞാൻ പടച്ചവന്റെ ഓർഡർ പ്രകാരം പറഞ്ഞതാണ് നിങ്ങളൊരു പശുവിനെ അറുക്കണം. അപ്പോൾ പിന്നെ അവരെന്തു ചെയ്തു? അവർ വേണ്ടാത്ത അന്വേഷണങ്ങൾ നടത്തി. ഒരു വിഷയത്തെക്കുറിച്ച് ആവശ്യമില്ലാത്ത അന്വേഷണം നടത്താൻ പാടില്ല. ഒരു വിശ്വസിക്കപ്പെടാൻ പറ്റുന്ന ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസിക്കുക, വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക, വിശ്വസിക്കാത്തവർ വിശ്വസിക്കണ്ട. അതിനെ സംബന്ധിച്ച് ബഹളം വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ അനാവശ്യമായ അന്വേഷണം നടത്താൻ പാടില്ല. അതാണ് ഇസ്ലാമിന്റെ നിയമം, അതാണ് ഖുർആൻ പഠിപ്പിച്ച നിയമം. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം വളരെയേറെ അനുസരണക്കേട് കാണിച്ചൊരു വിഭാഗമാണ്. പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും ഇത് പറയുന്നുണ്ട്. ഖൂലൂ ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും, നിങ്ങൾ ആ ഷാമിലേക്ക് കടന്നു പോകുമ്പോ ഹിത്ത 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 എന്ന് ചൊല്ലി കടക്കണം എന്ന് പറഞ്ഞു അല്ലാഹു തആല. അപ്പൊ അവരെന്താ പറഞ്ഞറിയോ? ഹബ്ബ 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 എന്ന് പറഞ്ഞ് കടന്നുപോയി.
പറഞ്ഞ പോലെ കേൾക്കൂല. അങ്ങനത്തെ ഒരു സമൂഹമാണ് ബനൂ ഇസ്രായേൽ. അത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിനോട്, ജനങ്ങളോട് പശുവിനെ അറുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ ചോദിക്കുകയാണ്, ലനാ റബ്ബക, നിങ്ങൾ ചോദിക്കൂ, നിങ്ങളുടെ ദൈവം പടച്ചവരോട് നിങ്ങൾ ചോദിക്കൂ, എങ്ങനത്തെ പശുവാണ്, ആ പശുവിന്റെ കളർ എന്താണ്, ആ പശു പണിയെടുക്കുന്നതോ പണിയെടുക്കാത്തതോ, ഇങ്ങനെ വേണ്ടാത്ത കുറെ സംശയങ്ങൾ ചോദിച്ചു. വാസ്തവത്തിൽ അതൊരു സത്യവിശ്വാസിയുടെ സ്വഭാവമല്ല. എല്ലാവരും ഹജ്ജിന് പോയവരൊക്കെ തിരിച്ചു വരും. ഹജ്ജിന് പോയവർ തിരിച്ചു വന്നാൽ നമുക്ക് സംസം വെള്ളം കൊണ്ടുവരും. അത് ഹജ്ജിന് പോയവരെ വിശ്വാസമുള്ളവരൊക്കെ അത് കുടിക്കുക, വിശ്വാസമില്ലാത്തവർ കുടിക്കാതിരിക്കുക. നേരെ മറിച്ച് ഒരാൾ ഇത് സംസമാണെന്ന് എന്താ തെളിവ്? നിങ്ങൾ സംസം കിണർ കണ്ടിട്ടുണ്ടോ? സംസം കിണറിന്റെ മോട്ടോർ കണ്ടിട്ടുണ്ടോ? സംസം കിണറിൽ പൈപ്പ് വരുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങളത് സ്വിച്ച് ഇട്ടിട്ടുണ്ടോ? എന്നിങ്ങനെ ചോദിച്ചിട്ട് ഈ ഹജ്ജിന് പോയി വന്ന ആളെ ശല്യപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല. ഇഷ്ടമുള്ളവന് കുടിക്കാം, അല്ലാത്തവന് കുടിക്കാതിരിക്കാം. കുടിക്കാതിരുന്നാൽ ബർക്കത്ത് കിട്ടൂല, കുടിച്ചവന് കിട്ടും, അത്ര മാത്രമേ ഉള്ളൂ. വെറുതെ പറഞ്ഞ് ശല്യം ചെയ്ത് നാട്ട് കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം ചോദ്യം ചോദിച്ച് പുണ്ണാക്കാൻ പോയി. അവസാനം ചുരുക്കി പറയാം, അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അവസാനം അവർക്ക് പശുവിനെ അറുക്കേണ്ടി വന്നു. അവർ വലിയ സംഖ്യ ചെലവഴിച്ച് പശുവിനെ അറുത്തു. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ആ സംഭവം. അതാണ് സൂറത്തുൽ ബഖറ എന്ന് പറഞ്ഞ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്ത് തന്നെ ആ പശുവിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന സൂറത്താണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറ എന്ന ആ സൂറത്തിന് പേര് തന്നെ വന്നിട്ടുള്ളത്, അൽ ബഖറ. ആ പ്രത്യേകമായ പശു, ഏത് പശു? മൂസാ നബി ഇസ്ലാമിന്റെ മെഴുജീർത്ത് വെളിവായ പശു. അത് മൂസാ നബിയെ ബഹുമാനിച്ചുകൊണ്ട് മൂസാ നബി ഇസ്ലാമുമായി ബന്ധപ്പെട്ട പശു ആയതുകൊണ്ടാണ് ആ പശുവിനെ സംബന്ധിച്ച് പ്രത്യേകം ഒരു സൂറത്തിറങ്ങാൻ കാരണം. അതൊരു കേവലം പശുവിന്റെ പേരിൽ സൂറത്തിറങ്ങിയതല്ല. അപ്പൊ ഇരിക്കട്ടെ, ആ പശു അതിനെ അറുത്തു. എന്നിട്ടോ നമ്മൾ പറഞ്ഞു, അതേ ആ പശുവിന്റെ ഒരു കഷ്ണമെടുത്ത്, ആ പശുവിനെ ഒരു കഷ്ണമെടുത്ത് ഈ മയ്യത്തിനെ മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിക്ക് ഒരു അടി കൊടുക്കണം എന്ന് കൽപ്പിച്ച ചെയ്തപ്പോൾ ആ ഡെഡ് ബോഡി ജീവനോടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിച്ചു. എന്നെ വധിച്ചവർ ഇതുവരെയും ഇവിടുന്ന് ബഹളം വെച്ച, കുഴപ്പമുണ്ടാക്കിയ, പ്രശ്നം സൃഷ്ടിച്ച, എന്നെ കൊല്ലപ്പെട്ടുപോയി എന്ന് പറഞ്ഞ് പ്രശ്നം സൃഷ്ടിച്ച കക്ഷികൾ അത് എന്റെ സഹോദരന്റെ സന്താനങ്ങളാണ്. അവരാണ് എന്നെ കൊന്നിട്ടുള്ളത്. കൊന്നതിന് ശേഷം ബഹളം അവര് തന്നെ വെച്ചതാണ് എന്ന് ഈ മയ്യിത്ത് സംസാരിച്ചു. ഇതാണ് ആ സംഭവം, സൂറത്തുൽ ബഖറ പഠിപ്പിക്കുന്ന സംഭവം. അങ്ങനെ ഈ ബഹളം വെച്ചവർ തന്നെയാണ് വാസ്തവത്തിൽ കൊല നടത്തിയത്. ഞാനിവിടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് സംഭവങ്ങൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് വലിയ സഹിഷ്ണുത ആവശ്യമാണ്. മനുഷ്യന്റെ മനസ്സ് ഭക്തിയുള്ള മനസ്സാകുമ്പോൾ നല്ല സഹിഷ്ണുതയുള്ള മനസ്സായിരിക്കും. നമ്മൾ പലപ്പോഴും പരസ്പരം അകന്നു പോകുന്നു. ഞാൻ വളരെ വേദനയോടെ പറയുന്നു, നമ്മുടെ ഇന്ത്യ രാജ്യം സാമ്പത്തികമായും അല്ലാതെയും വളരെയേറെ പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾ അത് ഏതെങ്കിലും മതത്തിന്റെ പേരിലോ പാർട്ടിയുടെ പേരിലോ സംഘടനകളുടെ പേരിലോ പരസ്പരം അകന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. വാസ്തവത്തിൽ അതുകൊണ്ട് ഈ രാജ്യത്തിന് എന്താണ് നേട്ടം? സമുദായങ്ങൾക്ക് എന്താണ് നേട്ടം? പാർട്ടികൾക്ക് എന്താണ് നേട്ടം? എല്ലാവരും ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കുന്നുവെങ്കിൽ എത്ര നന്മകൾ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും, എത്ര പുരോഗതികൾ ഓരോ പ്രദേശത്തും നമുക്കുണ്ടാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ലോകത്ത് മുഴുവനും സംഭവിക്കുന്നത് സഹിഷ്ണുതയില്ലാത്തതാണ് പ്രശ്നങ്ങൾ പലതും ഉണ്ടാകുന്നതിന്റെ കാരണം. തെറ്റിദ്ധാരണകൾ, പരസ്പരം തെറ്റിദ്ധാരണകൾ വളരുകയാണ്. വാസ്തവത്തിൽ കൊല നടത്തിയ കക്ഷികൾ തന്നെയാണ് ഇവർ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചത്. പക്ഷേ അതിന്റെ പേരിൽ ജനങ്ങൾ അകലുകയാണ്. ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിഷയം ചെയ്തവർ തന്നെ പുറത്തു വന്നിട്ട് അതിനെതിരെ സംസാരിക്കുന്ന സ്വഭാവം, പ്രത്യേകിച്ച് ഈ കാലഘട്ടം. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോ
ഒരാൾ വന്നിട്ട് ചോദിച്ചു മത്തസ്സാഅ ഖിയാമന്നാൾ, അന്ത്യനാൾ എപ്പോഴാണ്, ലോകം നശിക്കൽ എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംസാരം തുടർന്നു. അദ്ദേഹത്തിന് മറുപടി ഒന്നും പറഞ്ഞു കൊടുത്തില്ല. അപ്പൊ സദസ്സിലുള്ള ആളുകൾ പലരും പറഞ്ഞു ചോദിച്ച കേട്ടിട്ടില്ല. ചിലർ പറഞ്ഞു ചോദിച്ച കേട്ടിട്ടുണ്ട്, പക്ഷേ സംസാരിക്കുന്നതിൽ ഇടയ്ക്ക് ചോദിച്ചുകൊണ്ട് ചോദിച്ച് പിടിച്ചിട്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല. ബുഖാരിയിലെ ഹദീസാണ്. ഞാൻ ഈ അടുത്താണ് സിറാജുൽ ഹുദയില് ബുഖാരി ഒന്ന് കുട്ടികൾക്ക് ഈ ഹദീസ് ഓതി കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോ പറയുന്ന സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സായിരുന്നു ആരായിരുന്നു നേരത്തെ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചത്? അപ്പൊ ചോദ്യകർത്താവ് പറഞ്ഞു ഞാനാണ് നബിയെ. ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി എന്താ ചോദ്യം? മതസ്സാഅ, ലോകം നശിക്കുന്നത് എപ്പോഴാണ്? അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റൂല, എല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റൂല, ചിലത് പറഞ്ഞു കൊടുക്കാതിരിക്കേണ്ടിയുണ്ട്. കാരണം അത് പറഞ്ഞു കൊടുത്താൽ പിന്നെ അന്ത്യനാളിന്റെ മുമ്പിൽ അന്ത്യനാളാക്കേണ്ടി വരും. കാരണം നാളെ അന്ത്യനാളാണെന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു പണി കിട്ടുമോ? പിന്നെ ഇന്നും ആരെങ്കിലും ഒരു പണിയെടുക്കാൻ കിട്ടും. അപ്പൊ ഇന്ന് തന്നെ അന്ത്യനാളാക്കേണ്ടി വരും. എന്നാ പിന്നെ ഇന്ന് അന്ത്യനാളാന്നുള്ള ഇന്നലെ അറിഞ്ഞാൽ പിന്നെ ഇന്നലെ ഉണ്ടെങ്കിൽ പണിയെടുക്കാനും കിട്ടുന്നു. അപ്പൊ അന്ത്യനാൾ എന്നുള്ള ഇന്ന ഡേറ്റ് ആണ് എന്ന് പറഞ്ഞു കൊടുത്താൽ പിന്നെ അന്ത്യനാൾ വരെ ലോകം നടക്കൂല. അതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കൂല എന്നാ തീരുമാനം. എല്ലാം പറഞ്ഞു കൊടുത്തോളണമെന്നില്ല, ആവശ്യമുള്ളത് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, ആവശ്യമില്ലാത്തത് പറഞ്ഞു കൊടുക്കണ്ടാന്ന. അപ്പൊ ഇരിക്കട്ടെ, ഖിയാമത്ത് എപ്പോഴാണ് ചോദിച്ചപ്പോ അവിടുന്ന് ഡേറ്റ് പറഞ്ഞു കൊടുത്തില്ല. അവിടുന്ന് പറഞ്ഞു കൊടുത്തത് എന്താണ്? അവിടുന്ന് പറഞ്ഞു ഇദാ മുയ്യഅത്തിൽ അമാനതു ഫന്തളിരിസ് സാഅ, വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകുന്ന കാലത്ത് നീ അന്ത്യനാൾ പ്രതീക്ഷിച്ചിരിക്കണം. ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലം. സുബ്ഹാനല്ലാഹ്, സ്നേഹത്തോടെ വന്ന് സംസാരിക്കുന്നവൻ ചതിച്ചിട്ട് പിടിച്ചു കൊണ്ടുപോകുന്ന കാലം. സ്നേഹത്തോടെ വിളിക്കുന്നവൻ ചതിച്ച് ഭക്ഷണം കൊടുക്കുന്ന കാലം. സ്നേഹത്തോടെ സംസാരിക്കുന്നവൻ ചതിക്കുന്ന കാലം. എവിടെ എത്തിപ്പോയി എന്നറിയോ? ഞാനിങ്ങനെ ഓർക്കാൻ, ഇപ്പൊ ഒരാൾ ആകെ ബ്രോക്കർമാരായി പോകും. ബ്രോക്കർമാർക്കൊന്നും എന്നോട് വെറുപ്പിടിക്കരുത്, ബ്രോക്കർമാരില്ലെങ്കിൽ ഒരു സംഗതി ചിലപ്പോൾ നടക്കലുണ്ടാവില്ല. പക്ഷേ അത് ഹലാലായ കഴിക്കണം എന്ന് ഞാൻ പറയാം. ബ്രോക്കർമാർക്കും പ്രസവം വെക്കുന്ന കൂട്ടത്തിലെല്ലാം വിവാഹം ഉണ്ടാകാലോ. ബ്രോക്കർമാരായ ഒരു കുഴപ്പമൊന്നുമില്ല, പല ബ്രോക്കർമാർക്കുണ്ട്. എനിക്ക് ഒരുപാട് ഉപകാരം കിട്ടി, എനിക്കറിയാം. പക്ഷേ ചില ബ്രോക്കർമാരുടെ സ്വഭാവം എന്താണ്? ഒരു ചെറിയ ഉദാഹരണം, ഒരു പറമ്പ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് ഒരു മുസ്ലിയാരെ കൊണ്ട് എടുപ്പിക്കണം. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു ദിവസം എന്നോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇതാ ഒരു നല്ലൊരു സ്ഥലമുണ്ട് വടകര വിൽക്കുന്നത്, നല്ലൊരു സ്ഥലമുണ്ട് വടകര വിൽക്കുന്നത്. അത് പറയുന്നതോടുകൂടി തന്നെ അവരൊന്നും കൂടി പറഞ്ഞു, ഉള്ള പോലെ പറയാൻ ഒന്നും കൂടി പറഞ്ഞു, നാളെ കടവേര് കോളേജിൽ ആൾക്കാരത് കച്ചവടം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്നാ ഞാൻ ആ ബൈക്ക് വരൂല, അതൊരു കോളേജാണ്, അത് അവരെടുത്തോട്ടെ. വേറെ എത്ര സ്ഥലം ഉണ്ടല്ലോ ദുനിയാവില്. അങ്ങനത്തെ ചില തട്ടിപ്പുകാര് ബ്രോക്കർമാര്. ഞാൻ പറഞ്ഞു വന്നത്, അത്തരം തട്ടിപ്പുകാരായ ബ്രോക്കർമാരുടെ സ്വഭാവം അംഗീകരിക്കാവുന്നതല്ല. കൂട്ടത്തിലൊന്ന് ഞാൻ പറയാണ്, ഒരാൾക്ക് ഒരു മുസ്ലിയാരെ കൊണ്ട് ഒരു ബിൽഡിംഗ് എടുപ്പിക്കണം, അല്ലെങ്കിൽ ഒരു സ്ഥലം എടുപ്പിക്കണം. അപ്പൊ ഒരാഴ്ച മുമ്പ് വന്നിട്ട് ഉസ്താദെ തീരെ സുഖം ഒന്ന് മന്ത്രിച്ചാണ്, ലോകത്തിന്റെ ഒരു അവസ്ഥ പറയാം. അപ്പോ ഈ മുസ്ലിയാരൊന്ന് മന്ത്രിച്ചൊക്കെ കൊടുത്തു, 5 ദിവസം വാങ്ങാണ്ടായി മന്ത്രിക്കുന്നത്. അങ്ങനെ മന്ത്രിച്ചൊക്കെ കൊടുത്തു. ഇയാളൊന്ന് കൈയെല്ലാം പിടിച്ച്, വേണമെങ്കിൽ കൈയെല്ലാം പിടിച്ചൊന്ന് മണത്ത്, അതുകൊണ്ട് ഒരു കാര്യവും കിട്ടാനില്ല. അയാളെ മൂക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈമലാവുന്നല്ലാതെ വേറെ ഒരു കാര്യവും നമുക്ക് കിട്ടാനില്ല. ഇരിക്കട്ടെ, അതും കഴിഞ്ഞ് അയാൾ പോയി. അപ്പൊ എന്താ, ഈ മുസ്ലിയാരടുത്തൊരു വിശ്വാസ്യത നേടിയല്ലോ. ഇയാൾ എന്നെ വളരെ ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ഒരു വിശ്വാസ്യത ഇയാളെ പറ്റി കിട്ടിയല്ലോ. പിന്നെ ഒരാഴ്ച ഉസ്താദെ ഒരു നല്ല സ്ഥലമുണ്ട് വിൽക്കുന്നത്, അതായിട്ട് കിട്ടൂ, നാളെ കച്ചവടം പോയാൽ സാധ്യത, ഇന്ന് പോവാണെങ്കിൽ കിട്ടും. ഇങ്ങനത്തെ എത്ര ബ്രോക്കർമാരുടെ ദുനിയാവിൽ നിങ്ങൾ വിദ്യാപള്ളി ഭാഗത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ ലോകത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു കാലഘട്ടം, അങ്ങനത്തെ ഒരു കാലഘട്ടം വരുമ്പോൾ അത് എത്രത്തോളം സ്വന്തം മക്കളെ പോലും. ഞാൻ ഇന്നാളൊരു ദിവസം നോക്കുമ്പോൾ ബാപ്പ ഒരു കച്ചവടം ചെയ്യുന്നത്, മകൻ ബ്രോക്കറായിട്ട് വാങ്ങിയിരിക്കുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടം, സ്വന്തം മകൻ ബ്രോക്കറായി വാങ്ങിയിരിക്കുന്നു. ഞാൻ ഇന്നൊരു മകനോട് ചോദിച്ചു, ഒരാളെ മകനോട് ഞാൻ ചോദിച്ചു, ബാപ്പാക്ക് കച്ചവടം ചെയ്ത് കൊടുക്കുന്നതിൽ എനിക്ക് എത്രയ്ക്കും ബ്രോക്കർ എന്ന് ഞാൻ ചോദിച്ചു. തമാശക്കാർ ചോദിച്ചതെങ്കിലും അങ്ങനത്തെ ഒരു കാലമാണിപ്പോ. വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകുന്ന കാലം. ഗുരുനാഥന്മാരെയോട് ശിഷ്യന്മാര് ഫിത്നയും ഫസാദും പറഞ്ഞ് മറ്റ് ശിഷ്യന്മാരകറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന കാലം. അയൽവാസികൾ തമ്മിൽ തെറ്റാൻ വേണ്ടി ഫിത്നയും ഫസാദും പറയുന്ന കാലം. നേതാക്കളെയും അനുയായികളെയും തെറ്റിക്കാൻ വേണ്ടി ഫിത്നകളും ഫസാദുകളും ക്ലിപ്പുകളും നടത്തുന്ന കാലം.
അങ്ങനെ മുഴുവൻ വിശ്വാസ്യതയും നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലം വരും. അന്ന് നിങ്ങൾ ഖിയാമത്ത് നിങ്ങൾ കാത്തിരിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇദാ വയ്യഅത്തിൽ അമാനതു ഫന്തദിരിസ്സാഅ. അതേ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകുന്ന കാലത്ത് ഖിയാമത്ത് നാൾ കാത്തു നിൽക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശിഷ്യന്മാര് ചോദിക്കുകയാണ്, എങ്ങനെയാണ് വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോവുക? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇദാ മുസ്ജിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തദിരിസ്സാഅ. അർഹതയില്ലാത്ത കക്ഷികൾ മതത്തിന്റെ കാര്യം പറയുന്ന കാലമായാൽ, അർഹതയില്ലാത്തവർ മതകാര്യം കൈകാര്യം ചെയ്യുന്ന കാലമായാൽ, അതേ വിവരമുള്ളവരാണ് മതത്തിന്റെ വിഷയം പറയേണ്ടത്, അത് വിവരമില്ലാത്തവനല്ല കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷേ മതപണ്ഡിതന്മാർ മതത്തിന്റെ വിഷയം പറയുന്നതിന് പകരം ഒരു വിവരവും എന്ന് പറഞ്ഞ് മതപരമായ കാര്യം പറയാൻ, മതത്തിനെ കുറിച്ച് പറയാൻ അർഹതയില്ലാത്തവനെ ഏൽപ്പിക്കപ്പെടുന്ന കാലം. ഇദാ മുസ്ജിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി. അനർഹരായ ആളുകൾക്ക് വിഷയങ്ങൾ ഏൽപ്പിക്കപ്പെടുന്ന കാലം വന്നാൽ ഫന്തദിരിസ്സാഅ. അന്ന് നിങ്ങൾ ഖിയാമത്ത് നാൾ കാത്തുനിന്നോ. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ അർഹരായ ആളുകൾ മാത്രമേ ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത കാലം വരുമ്പോൾ ഖിയാമത്ത് നാൾ കാത്തിരിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഞാൻ പറയട്ടെ, പരസ്പര ധാരണ പെശകുകൾ സമുദായങ്ങൾക്കിടയിൽ വളരാൻ പാടില്ല. അതുപോലെ പാർട്ടികൾക്കിടയിൽ വളരാൻ പാടില്ല, സംഘടനകൾക്കിടയിൽ വളരാൻ പാടില്ല. അത് സമൂഹത്തിന് നന്മ ചെയ്യില്ല, ഒരു പ്രദേശത്തിനും നന്മ ചെയ്യില്ല, നമ്മുടെ രാജ്യത്തിന് നന്മ ചെയ്യില്ല, ഒരു രാജ്യത്തിനും നന്മ ചെയ്യില്ല. മറിച്ച് പരസ്പരം അടുത്തറിയാൻ ശ്രമിക്കണം, അതുപോലെ പരസ്പരം അടുക്കാൻ ശ്രമിക്കണം. അകലാൻ ശ്രമിക്കുന്നതിന് പകരം അടുക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് വസ്തുതകൾ ഓരോന്നോരോന്നായി ബോധ്യപ്പെടുക എന്നതാണ് ശരി. ഞാൻ പറയട്ടെ, എന്റെ ഒരു ചെറിയ അനുഭവം പറയുകയാണ്. സിറാജുൽ ഹുദയുടെ കീഴിൽ സ്ഥാപിക്കപ്പെട്ട ഒരു മദ്രസ, മുള്ളംകുന്ന് മദ്രസ. അതിന്റെ ചുമരുമ്മൽ ഒരു ദിവസം നോക്കുമ്പോ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന RSS മദ്രസന്റെ ചുമരുമ്മല എഴുതി വെച്ചത്. രാവിലെ വന്നിട്ട് തൊട്ടടുത്ത വീട്ടിൽ ഇരിക്കുന്ന TTA ബുക്കർ ഫൈസിയും വന്നിട്ട് എന്നോട് പറഞ്ഞു, നമ്മളെ മദ്രസന്റെ മുകളിൽ RSS എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഉടനെ പറഞ്ഞു, അത് RSSകാർ എഴുതിയതായിരിക്കൂല. ഞാൻ ഒറ്റവാക്കി പറഞ്ഞങ്ങനെ. കാരണം RSSകാരും നമ്മളെ സംഘടനയും സ്ഥാപനവും തമ്മിൽ പ്രത്യേകം കുറ്റ്യാടിയിലും പരിസരങ്ങളിലും ഒരു പ്രശ്നവും നിലനിൽക്കുന്നില്ല. പിന്നെ അവരെത്തിരി നമ്മളെ മദ്രസയിൽ എഴുതും, നമ്മൾ തെറ്റിദ്ധരിക്കണം. ഞാൻ എന്നിട്ട് എന്ത് പറഞ്ഞു? അത് പറയുമ്പോഴേക്ക് ഞാൻ RSSകാരനാണ് എന്ന് ആളാരും പറഞ്ഞേക്കണ്ട. അങ്ങനത്തെ ഒരു കാലാണിപ്പോ. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ എന്ത് പറഞ്ഞു? അവിടെ റേഷൻ കട നടത്തുന്ന ഒരു കുഞ്ഞബ്ദുള്ളൊക്കെ ഉണ്ട് കുറ്റ്യാടിയിൽ. അദ്ദേഹത്തെയും കൂട്ടിയിട്ട് നിങ്ങൾ അവിടുത്തെ RSSന്റെയും BJPന്റെയും നേതാക്കന്മാരെ പോയി കാണണം. അവരോട് ചോദിക്കണം, നിങ്ങളാണോ ഞങ്ങളെ മദ്രസയിലേക്ക് എഴുതിയതെന്ന് ചോദിക്കണം. അവരല്ല എന്നാ പറയുന്നെങ്കിൽ എന്നാ ഞങ്ങൾ മയക്കാണെന്ന് പറയണം. അവരാണെന്നാ പറയുന്നത് നിങ്ങൾ എന്തിനാ എഴുതിയെന്ന് അവരോട് ചോദിക്കണം. ഇപ്പൊ നമ്മൾ ഇതിനെ പേടിക്കുന്ന നേരെ നിലക്ക് ചോദിച്ചാൽ പോരെ? അവർ മനുഷ്യന്മാര്, നമ്മൾ മനുഷ്യന്മാര്. നേർക്ക് അവരോട് ചോദിക്കണം, നല്ല നിലക്ക് ചോദിക്കണം, ഒരു പ്രകോപനം ഉണ്ടാക്കരുത്. അങ്ങനെ ഇവര് രണ്ടാളും പോയി. TTA ബുക്കർ വയസ്സും കുഞ്ഞുമുക്ക് രണ്ടാളും ജീവിച്ചിരിപ്പുണ്ട്. പോയി ഇങ്ങനെ പോയി കണ്ട് സംസാരിച്ചപ്പോ ഞങ്ങൾ അങ്ങനെ എഴുതാൻ യാതൊരു സാധ്യതയും ഇല്ല, ഞങ്ങളൊട്ട് എഴുതിയിട്ടില്ല. ഇനി ഞങ്ങൾ അണികളെ കൂട്ടത്തിൽ ആരെങ്കിലും എഴുതിയോ? എഴുതാനൊരു സാധ്യതയില്ല. ഞങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ, വല്ല വിവരം കേട്ടവർ ഞങ്ങളെ കൂട്ടത്തിൽ ഉണ്ടായോ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കട്ടെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അവര് വന്നു, അത് ഞങ്ങളെ കൂട്ടുന്ന ഒറ്റ കുട്ടി എഴുതിയിട്ടില്ല. ആ എഴുതിയത് ഞങ്ങളല്ല, അവിടെ ഞങ്ങൾ വായിച്ചു തരും നിങ്ങൾ മദ്രസയിൽ എന്ന് പറഞ്ഞു. എന്നോട് ഇവർ വിളിച്ച് ഇങ്ങനെ പറയുന്നു, ഞാൻ അവരെ കൊണ്ട് വായിപ്പിക്കാൻ പാടില്ല, നമ്മൾ മദ്രസ നമ്മൾ വായിച്ചു എന്ന് പറഞ്ഞ് വായിപ്പിച്ചു. ഈ ഒരു സമീപനം സർവമതത്തിന്റെയും നേതാക്കളും സർവസംഘടനയുടെ നേതാക്കളും നമ്മുടെ രാജ്യത്ത് സ്വീകരിച്ചാൽ
എത്ര സമാധാനം കൈവരിക്കാൻ കഴിയും സുഹൃത്തുക്കളെ. അത് കഴിഞ്ഞ് മയച്ചി 3 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ അതേ മദ്രസേന്റെ ചുമരുമ്മല് പിന്നെ ഒരു 3 അക്ഷരം. അത് നോക്കുമ്പോ വേറൊരു സംഘടനയുടെ പേരാണ്. അതും ഞാൻ പറഞ്ഞു അന്വേഷിക്കാനൊന്നും പോണ്ട, കാരണം ഇതിങ്ങനെ തന്നെയായിരിക്കുമല്ലോ. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഞാൻ മുസ്ലിങ്ങളോടും അമുസ്ലിങ്ങളോടും സർവമതക്കാരോടും മതമില്ലാത്തവരോടും പറയുന്നു, അകലുന്നതിന് പകരം അടുക്കാൻ ശ്രമിക്കണം. വിശാലമായ മനസ്സ് നമുക്കുണ്ടാകണം, സഹിഷ്ണുത നമുക്കുണ്ടാകണം. ദുഷിച്ച ചിന്തകൾ അറുത്തുമാറ്റണം നമ്മുടെ മനസ്സിൽ നിന്ന്. ഞാൻ മുസ്ലിങ്ങളോട് പ്രത്യേകം പറയുന്നു, ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. മനസ്സിൽ നിന്ന് അറുത്തുമാറ്റണം ദുഷിച്ച ചിന്തകൾ, തെറ്റിദ്ധാരണകൾ, അതേ അക്രമവാസനകൾ, വർഗീയതയുടെ ചിന്തകൾ, ഭീകരതയിലേക്കും തീവ്രവാദത്തിലേക്കും നയിക്കുന്ന ആശയങ്ങൾ. സർവമതമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റണം, അറുത്തുമാറ്റണം. നല്ല മനസ്സോടെ നമ്മുടെ മുൻഗാമികളായ ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും എങ്ങനെയാണോ നമ്മുടെ രാജ്യത്ത് മുമ്പ് ജീവിച്ചത് അതുപോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് വിശാല മനസ്സുണ്ടാകണം, സഹിഷ്ണുതയുണ്ടാകണം, ചിന്തിക്കാൻ നമ്മൾ വളരണം. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഞാനിത് വെറുതെ പറഞ്ഞതല്ല. ഒരിക്കലും പാറക്കടവിൽ, നാദാപുരം പാറക്കടവിൽ ഒരു ദിവസം ഒരു പാർട്ടിന്റെ കൊടി കാണുന്നില്ല. ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലേ കോൺഗ്രസിന്റെ, ഏതാണ് ആദ്യം പോയത് എനിക്ക് ഓർമ്മയില്ല. ഒരു പാർട്ടിന്റെ കൊടി കാണുന്നില്ല. ഉദാഹരണത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ കൊടി കാണുന്നില്ല. അപ്പൊ അത് കോൺഗ്രസ്സുകാരായിരിക്കും തെറ്റിദ്ധരിച്ച് കമ്മ്യൂണിസ്റ്റുകാർ വളരെ വലിയ പ്രതിഷേധ പ്രകടനവും പരിപാടിയൊക്കെ നടത്തി കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ കോൺഗ്രസ്സുകാരെ കൊടി കാണുന്നില്ല. അത് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും ഇത് മനസ്സിലാക്കി വലിയ പ്രതിഷേധ പ്രകടനം നടത്തി പിന്നീട് സ്റ്റേജ് കയറി പ്രസംഗം നടക്കുകയാണ്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ഒരു ചെറിയ മാനസിക രോഗമുള്ള ഒരു മമ്മൂക്കണ്ടിങ്ങനെ BJPന്റെ ഒരു കൊടിയും തലയെ കെട്ടിയിട്ട് വരും. മമ്മൂക്ക സ്റ്റേജിന്റെ വന്ന് കൂടുതലൊന്നും പറയണ്ട, മയപ്പാറിൽ ഉണ്ടാകുമ്പോ കിട്ടുന്നത് ഞാൻ എടുത്ത് കെട്ടുന്നു. അപ്പൊ നമുക്ക് 3 ദിവസം എടുത്ത് മമ്മൂക്കയാണ്. അതിനാണ് ഈ 2 പാർട്ടിക്കാരും തമ്മിലെല്ലാ ബഹളവും, പോലീസും ബേനും ജീപ്പും ഒക്കെ. ഞാനിത് പറഞ്ഞു വരുന്നത്, എന്തിന് നമ്മളിങ്ങനെ തെറ്റിദ്ധരിക്കണം? ഒരു കക്ഷിയുടെ കൊടി പോയാൽ മറ്റൊരു കക്ഷിയെ തെറ്റിദ്ധരിക്കുന്നതിന് പകരം ആ കക്ഷിയോട് തന്നെ നേരിലൊന്ന് ചോദിച്ചുകൂടെ? നേതാക്കൾ പരസ്പരം ഒന്നായി കല്യാണത്തിന് ആലിംഗനം നടത്തുന്നില്ലേ? നേതാക്കൾ പരസ്പരം മരണ വീട്ടിൽ ഒരുമിച്ച് കൂടുന്നില്ലേ? നേതാക്കൾ പരസ്പരം പൊതുപരിപാടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതായിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിഠായി വിതരണം ചെയ്യുന്നില്ലേ? കേക്ക് മുറിക്കുന്നില്ലേ? കേക്ക് കൊടുക്കുന്നില്ലേ? ഈ നേതാക്കൾക്കിടയിൽ വല്ല സൗഹാർദ്ദത്തിന്റെ കുറവുണ്ടോ? അനുയായികൾക്കിടയിലല്ലേ മുഴുവൻ വർഗീയതകളും, മുഴുവൻ തീവ്രവാദങ്ങളും, മുഴുവൻ ഭീകരതകളും, മുഴുവൻ സംഘടനകളും, മുഴുവൻ അകൽച്ചകളും വളരുന്നത് അനുയായികൾക്കിടയിലല്ലേ? ഈ നേതാക്കൾക്ക് പരസ്പരം ഒന്ന് ബന്ധപ്പെട്ടാൽ ഏത് പ്രശ്നങ്ങളും സഹിഷ്ണുത കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ലേ? അതിനൊരു വിശാലമായ മനസ്സ് നേതാക്കൾക്കുണ്ടായിക്കൂടെ? നേതാക്കൾ ആ വഴിക്ക് ചിന്തിപ്പിക്കാനുള്ള മനസ്സ് അണികൾക്കുമുണ്ടായിക്കൂടെ? ഞാൻ എന്റെ വകയിൽ ഞാനൊരു ചെറിയ വസ്തുത നിങ്ങളെ മുമ്പിൽ വെക്കുകയാണ്, ഒരു പെരുന്നാളിന്റെ ആശംസ എന്ന നിലക്ക്. എന്തിന് സമുദായങ്ങൾ തമ്മിൽ അകലണം? എന്തിന് പാർട്ടികൾ തമ്മിൽ അകലണം? എന്തിന് നാട്ടിൽ ദിവസേന ഹർത്താലുകൾ വരണം? എന്തിന് നാട്ടിൽ ബസ്സുകൾ കത്തിക്കണം? എന്തിന് വസ്തുക്കൾ നശിപ്പിക്കണം? എന്തിന് രാജ്യത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടണം? പരസ്പരം തെറ്റിദ്ധാരണകൾ വളരുന്നതിന് പകരം പരസ്പരം അടുക്കാൻ ശ്രമിക്കുക. അതാണ് നമുക്ക് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആവശ്യമെന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. സഹോദരന്മാരെ, അതാണ് ഖുർആൻ പഠിപ്പിച്ച ആശയം. ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഓ നബിയേ, അങ്ങയ്ക്ക് നമ്മൾ ധാരാളം നന്മകൾ തന്നിട്ടുണ്ട്. ലക്ഷക്കണക്കായ അനുയായികളുണ്ട്, പിന്നീട് കോടിക്കണക്കായ അനുയായികളുണ്ട്. ആ അനുയായികൾ നേതൃത്വത്തെ 100% അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന, അങ്ങേയറ്റം സ്നേഹിക്കുന്ന അനുയായികളാണ്. എത്രത്തോളം ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം കഴുകിയ വെള്ളം, wudu എടുക്കുമ്പോൾ താടിരോമം കഴുകിയ വെള്ളം, അതുപോലെ തല നനഞ്ഞിട്ടുള്ള വെള്ളം, കൈ നനഞ്ഞിട്ടുള്ള വെള്ളം, അങ്ങനെ ശരീരത്തിലെ രോമവും ശരീരവും ഒക്കെ കഴുകിപ്പോയ വെള്ളം, ആ വെള്ളം നിലത്ത് വീഴാൻ അനുവദിക്കാതെ അത് കിട്ടിയിട്ട് അത് ശരീരത്തിൽ തൊട്ടുപുരട്ടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഉറ്റി വീഴുന്ന വെള്ളം കിട്ടാൻ വേണ്ടി ഉന്തും തിരക്കും കൂട്ടി സംഘട്ടനത്തിന്റെ വക്കിലെത്തുമെന്ന് തോന്നുന്ന വിധം അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്ക് കൂട്ടിയിട്ട് ആ വെള്ളം കയ്യിലേറ്റ് വാങ്ങി ഫയതമസ്സഹൂന ബിഹി. ബുഖാരിയിലെ ഹദീസാണ്. ശരീരത്തിലൊക്കെ അതാ ബർക്കത്തിന് വേണ്ടി തൊട്ടുപുരട്ടുകയാണ് സഹാബത്ത്. അങ്ങനെ നേരിൽ കിട്ടിയില്ലെങ്കിൽ യഖുദു മിൻ ബലലി അഖീഹി, കിട്ടിയവന്റെ കയ്യിൽ നിന്ന് തൊട്ടുപുരട്ടുകയാണ്. ആ നിലക്ക് ആദരിക്കുന്ന അനുയായികളുള്ള മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുത്തേക്ക് നൽകപ്പെട്ട ഖൈർ എത്രയാണെന്ന് പറയാൻ കഴിയില്ല. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് അവിടുത്തെ 2 ഉപ്പാപ്പമാരെ ലോകം 4 ദിവസം പ്രത്യേകം അനുസ്മരിച്ച് 4 ദിവസവും ഭക്ഷണം വിതരണം ചെയ്യുന്നു. അതേ മാംസം വിതരണം ചെയ്യുന്നു. മരിച്ചവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുകയെന്നത് മരിച്ചവരോടുള്ള സ്നേഹബഹുമാനം പ്രകടിപ്പിക്കുന്ന ഏറ്റവും വലിയ സൽക്കർമ്മമാണ്. അതുകൊണ്ടായിരുന്നു ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നിയാണ്. ആ ഖദീജ ബീവിയുടെ സമ്പത്തും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സമയവും അതേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഊർജവും അതെല്ലാം ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വേണ്ടി ധാരാളം ഉപകരിച്ചിട്ടുണ്ട്. അതിനാൽ ആ ഖദീജ ബീവിയോട് പ്രത്യേക സ്നേഹമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോൾ ആ സ്നേഹം പ്രകടിപ്പിച്ചത് ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ടിന് ഹദീസിൽ കാണാം. റബ്ബമാ ദബഹശാത ഫയഖത്തിഹാ അളാൻ ثم يبعث لا صدائق ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ആട്ടിനെ അറുത്ത് മാംസം വിതരണം ചെയ്യുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ വഫാത്തായി പോയ മരണപ്പെട്ടു പോയവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും വലിയ സൽക്കർമ്മമാണ് അവരുടെ സ്മരണയ്ക്ക് വേണ്ടി മാംസം വിതരണം ചെയ്യൽ, ഭക്ഷണം വിതരണം ചെയ്യൽ. അതുകൊണ്ടാണ് മഹാന്മാരായ സഹാബത്ത് ഒരു മയ്യിത്ത് മരിച്ചു കഴിഞ്ഞാൽ 7 ദിവസം അവർ ഭക്ഷണം കൊടുത്തിരുന്നു. 7 ദിവസം മരിച്ച മയ്യിത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുത്തിരുന്നു. അത് സുന്നത്തായ സഹാബത്ത് വിശ്വസിക്കുകയും അത് നിലനിർത്തുകയും ചെയ്തിരുന്നു. ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയില്ലേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന്റെ കാലം മുതൽ എന്റെ ഈ കാലം വരെ 900ഓളം കൊല്ലമായി മക്കയിലും മദീനയിലും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സുന്നത്താണ്. കാനൂ യസ്തഹിബ്ബൂന അൻ യുത്അമാനിൽ മയ്യിതി 7 അയ്യാം. 7 ദിവസം സഹാബത്ത് മരിച്ചവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നത് സുന്നത്തായി കണ്ടുകൊണ്ട് കൊടുത്തിരുന്നു. അത് ഇന്നും തുടരുന്നു എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ ഹാവിയിൽ ഫതാവിയിൽ രേഖപ്പെടുത്തി. അതിൽ ഒരു പണ്ഡിതനും തർക്കമില്ലെന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫതാവിയിൽ രേഖപ്പെടുത്തി. അതുകൊണ്ടാണ് മരിച്ച വീട്ടിൽ, നമ്മളെ നാട്ടിലൊക്കെ മരിച്ച വീട്ടിൽ ഇങ്ങനെ ഭക്ഷണം കൊടുക്കും. ഞാൻ ഇന്ന് മരിച്ച ഒരു വീട്ടിൽ പോയി, അവിടെ ചെല്ലുമ്പോൾ ഒരു ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നാളെയും കൊടുക്കുന്നുണ്ട്, മറ്റന്നാളും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മരിച്ച വീട്ടിൽ ഭക്ഷണം കൊടുത്തുകൊണ്ടേ ഇരിക്കും. പഴയ കാലം മുതലേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സുന്നത്താണ്. നമ്മുടെ നാട്ടിലൊക്കെ വലിയ വലിയ ആലിമീങ്ങൾ ജീവിച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവൊക്കെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട കുയ്യന ഉസ്താദ്, കാങ്ങാട്ട് ഉസ്താദ്, അതുപോലെ നമ്മൾ കണ്ട വലിയ വലിയ ആലിമീങ്ങളുണ്ട് ഈ ചുറ്റുഭാഗത്തൊക്കെ. പാറക്കട് ഭാഗത്ത് കണാരണ്ടി ഉസ്താദിനെ പോലത്തെ വലിയ വലിയ ആലിമീങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ട കണ്യത്ത് ഉസ്താദ്, ഇ കെ ഉസ്താദ്, ഓ കെ ഉസ്താദ്, ഇങ്ങനത്തെ വലിയ വലിയ ആലിമീങ്ങളുണ്ട്. അല്ലാഹു എല്ലാവരുടെ ദർജയും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ.
അവരൊക്കെ ഒരുപാട് മരിച്ച വീട്ടിൽ മരിച്ച അന്നും അതിന്റെ പിറ്റേന്നും ഒക്കെ ദ്വാരക്കലിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. എന്താ കാരണം? അത് സുന്നത്താണെന്ന ആലിമീങ്ങൾക്കെല്ലാം അറിയാം. അവർ കിതാബ് ഓതി പഠിച്ചവരാണ്, അവർ ഇൽമുള്ളവരാണ്. അത് മരിച്ച മയ്യത്തിന് വലിയ ഫലം കിട്ടുന്ന കാര്യമാണെന്ന് അവർക്ക് അറിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരും അവരെ വീട്ടിൽ മരണപ്പെട്ടപ്പോൾ അവരും ദ്വാരക്കൽ കഴിച്ച് ഭക്ഷണം വെച്ച് വിതരണം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്, നമ്മൾ കഴിച്ചതാണ്. ഞാനിത് പറഞ്ഞു വരുന്നത്, ഇങ്ങനെ മരിച്ചവരുടെ കയ്യിൽ ഭക്ഷണം കൊടുക്കുക എന്നത് അത് വലിയ ഒരു പുണ്യവും അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള വിഷയവുമാണ്. അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതാമഹന്മാരിൽ ഏറ്റവും പ്രഗത്ഭരായ 2 മഹാന്മാരുടെ പേരിൽ അതാ വർഷത്തിൽ 4 ദിവസം ഭക്ഷണം കൊടുക്കാനുള്ള ഒരു അവസരം അല്ലാഹു വെച്ചു. അതാണ് ദുൽഹജ്ജ് 10, 11, 12, 13 ദിനങ്ങൾ. ആ ഭക്ഷണം ലോകം മുഴുക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, ആ ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് കൽപ്പന വരുന്ന ആയത്താണ് വൻഹർ എന്നതിന്റെ പുറമെ ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലുള്ള ദുഷിച്ച വിചാരങ്ങളും വികാരങ്ങളും ദുഷിച്ച സ്വഭാവങ്ങളും അറുത്തു മാറ്റണം എന്നും അതിന് ആത്മീയ ലോകത്ത് ആത്മീയ പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സ് ഏറ്റവും നന്നാകേണ്ട സന്ദർഭമാണിത്. എല്ലാവരുടെയും മനസ്സുകൾ നന്നാകണം, ഭക്തിയുള്ള മനസ്സാകണം, സത്താവിന് എല്ലാം അർപ്പിക്കണം. ഭൗതികമായ ലോകത്തുള്ള താല്പര്യങ്ങളല്ല വേണ്ടത്. ഞാനിപ്പോ വരുമ്പോ എന്റെ ഓഫീസ് സൂപ്രണ്ട് മാക്കൂൽ മുഹമ്മദ് ഹാജിയും ഞാനും ടെലിഫോണിൽ സംസാരിക്കുന്നത് എന്റെ ഡ്രൈവറും കൂടെയുള്ള കുട്ടിയും കേട്ടിട്ടുണ്ട്. എന്താ വിഷയം എന്നറിയുങ്ങൾ? എന്താ വിഷയം എന്നറിയ? ഞാൻ പറഞ്ഞു വരുന്നത് ലോകത്തിന്റെ അവസ്ഥ എന്തൊരവസ്ഥയാണ്. എന്താ വിഷയം? അങ്ങൊരു സ്ഥലത്തുനിന്ന് കുറച്ച് മണ്ണ് വിറ്റിട്ടുണ്ട്. അങ്ങൊരു സ്ഥലത്ത് സിറാജുൽ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് മണ്ണ് വിറ്റിട്ടുണ്ട്. ഇവിടെ നിന്നൊന്നുമല്ല, ഈ താലൂക്കല്ല, വടകര താലൂക്കല്ല, വേറൊരു സ്ഥലത്ത്. എന്ത് മണ്ണ്? അത് പൂഴിയാക്കി അരിച്ചെടുക്കാൻ പറ്റുന്ന മണ്ണ. അപ്പൊ അത് വിറ്റിട്ടുണ്ട്. അപ്പൊ അതിന് പറഞ്ഞ വിലക്കൊന്നും വിൽക്കൂല. അവസാനം വരെ വില ഞാൻ പേശി അങ്ങേ തല വരെ കിട്ടിയിട്ടാ വിറ്റത്. അപ്പൊ വിറ്റപ്പോ ആദ്യം തന്നെ കുറച്ച് പൈസ അഡ്വാൻസ് വെക്കണോന്ന് പറഞ്ഞു. അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോ മാക്കൂൽ മുഹമ്മദ് ഹാജി പറഞ്ഞു, അതിന് നമ്മളെടുത്ത് ആളെ പറഞ്ഞു വെച്ചെന്ന ഒരാളുണ്ടായി. അപ്പോ ഒരാൾ പറഞ്ഞു അവസാനം ചുരുക്കി പറഞ്ഞ അവർ അഡ്വാൻസ് വിശപ്പിച്ചു കൊടുക്കണം, ബാക്കി പൈസ ഒക്കെ തന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവര് പറയുന്നുണ്ട് ആ വകയിൽ ഞങ്ങൾ ചിലർക്ക് പൈസ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അത് ചിലപ്പോ നമ്മളെ ആരെങ്കിലും പേരിൽ ആരെങ്കിലും പറഞ്ഞു വാങ്ങിയോ കിട്ടണമെങ്കിൽ ഇത് മാക്കൂൽ മുഹമ്മദ് ഹാജിക്ക് കൊടുക്കണമെന്ന് തന്നെ ആരെങ്കിലും പൈസ വാങ്ങിയോ, അല്ലെങ്കിൽ ഈ പറയുന്ന എന്റെ പേരിൽ തന്നെ ഇങ്ങനെ പറഞ്ഞോ, ചെയ്യണല്ലോ നമുക്ക്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും വാങ്ങിയോ നമുക്ക് അറിയണ്ടേ? അവന് നിർബന്ധമായിട്ടും അറിയണം ആരാ വാങ്ങിയ, നിർബന്ധമായി ചോദിക്കണം. അത് അയാൾക്ക് പറഞ്ഞാ വാങ്ങി എന്നാ പിന്നെ പൊരുത്തപ്പെട്ടേക്കാം. നേരെ മറിച്ച് നമുക്കൊന്ന് പറഞ്ഞാൽ വാങ്ങിയില്ലാതെ വെറുതെ ഇട്ടാൻ പറ്റൂലല്ലോ. ഞാനിത് പറഞ്ഞു വരുന്നത്, അങ്ങനെ എല്ലാറ്റിനും ബ്രോക്കറേജ് വാങ്ങുന്ന കാലം ബഹുമാനപ്പെട്ട തങ്ങളവർകൾ എത്തി. ഞാൻ തങ്ങൾ വരുന്നവരെ പ്രസംഗിക്കാനാണ് എന്റെ ഡ്യൂട്ടി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എല്ലാവരും ഇരിക്കുക, ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ആരെയും പരസ്പരം വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ പുലർന്നു കാണുകയാണ്. ഏത് വിഷയത്തിലും മതപരമായൊരു വിഷയം ചോദിക്കുമ്പോ അത് മതമാണ്, അത് നിയമമാണ്, മതത്തിന്റെ നിയമമാണ്. ആ നിയമം പറയുമ്പോ പടച്ച റബ്ബിന്റെ അടുക്കൽ കുടുങ്ങരുത് എന്ന നിലയ്ക്ക് ശ്രദ്ധിച്ച് പറയണം പണ്ഡിതന്മാര്. അല്ലെങ്കിൽ റബ്ബിന്റെ കോടതിയിൽ കുടുങ്ങിപ്പോകും. വളരെ ശ്രദ്ധിച്ച് പറയണം പണ്ഡിതന്മാര്. ജ്വല്ലറി നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ കഴിഞ്ഞ റമദാൻ 29 സിറാജുൽ ഹുദയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ ജ്വല്ലറിയുടെ കുറെ മസലകൾ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, പൊന്നിന് പകരം പൊന്ന് വിൽക്കുമ്പോ തൂക്കം തുല്യമല്ലെങ്കിൽ പലിശയാണ്. 4 മദ്ഹബിലും പലിശയാണ്.
അങ്ങനെ തുടങ്ങി കുറെ മസ്അല പറഞ്ഞ് ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. പണ്ഡിതന്മാര് മതത്തിന്റെ നിയമം തുറന്നു പറയണം. അവിടെ മുതലാളിമാർ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയണം, തൊഴിലാളികൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയണം, ചോദിക്കുന്നവൻ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയണം, നിയമം നിയമമായി തന്നെ പറയണം. അതേ സമയത്ത് ആവശ്യമുള്ളത് പറയണം, അനാവശ്യം പറയാതിരിക്കണം, അനാവശ്യ വിവാദങ്ങൾ വലിച്ചിടാതിരിക്കണം. മുസ്ലിം ഉമ്മത്ത് മറ്റ് സമുദായങ്ങളുമായി സൗഹാർദ്ദത്തിൽ ജീവിക്കണം. ഒരിക്കലും മുസ്ലിം ഉമ്മത്തിനെ വഴിവിട്ടുകൊണ്ട് സഞ്ചരിക്കാൻ അനുവദിച്ചുകൂടാ. ഒരിക്കലും മുസ്ലിങ്ങളിൽ തീവ്രവാദികളും വർഗീയവാദികളും ഭീകരവാദികളും വളർന്നു വന്നുകൂടാ. അതിന് മുസ്ലിങ്ങൾക്ക്, മുസ്ലിം പണ്ഡിതന്മാർക്ക് അതിൽ നിർബന്ധം വേണം. അതോടുകൂടി തന്നെ മുസ്ലിങ്ങൾ ഐക്യത്തോടെ ജീവിക്കണം. മുസ്ലിങ്ങൾ പരസ്പരം ഗീബത്ത് പറഞ്ഞുകൊണ്ടോ ഏഷണി പറഞ്ഞുകൊണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ പരസ്പരം പരിഹസിച്ചും നിന്ദിച്ചും അവമതിച്ചും പരസ്പരം കുറ്റം പറഞ്ഞും അവനവന്റെ നിസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും ഖുർആനോത്തും സദഖയും ദേഷ്യമുള്ളവന്റെ പേരിലേക്ക് അവന്റെ അക്കൗണ്ടിലേക്ക് നീക്കുന്ന വിധം ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറഞ്ഞുകൊണ്ടല്ല മുസ്ലിം ഉമ്മത്ത് ജീവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ നിലക്ക് മുസ്ലിമീങ്ങളെ സംസ്കരിക്കാൻ പണ്ഡിതന്മാര് ഉയരണം, പണ്ഡിതന്മാര് വളരണം, പണ്ഡിതന്മാര് സംസ്കരിക്കപ്പെടണം. മഹാനായ പുല്ലൂക്കര ഉസ്താദ് പറഞ്ഞൊരു വസിയ്യത്ത് പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഉസ്താദ് പറഞ്ഞ ഒരു വസിയ്യത്ത്, ഇങ്ങനെ ഉസ്താദിന്റെ ശിഷ്യനായിരുന്നു പുല്ലൂക്കര ഉസ്താദ്. പക്ഷേ പുല്ലൂക്കര ഉസ്താദ് സമസ്തയെ അനുകൂലിക്കുന്ന ആളായിരുന്നു. അതേസമയത്ത് കീകന ഉസ്താദ് സമസ്താനെ അനുകൂലിക്കുന്ന ആളായിരുന്നു. പക്ഷേ കീകന ഉസ്താദിനോടുള്ള ബഹുമാനം ഒരൽപ്പവും കുറച്ച് പുല്ലൂക്കര ഉസ്താദ് സംസാരിക്കാറില്ലെന്ന് മാത്രമല്ല, കീകന ഉസ്താദിന്റെ മുമ്പിൽ ചെല്ലുമ്പോ കണ്ണട ഇങ്ങനെ എടുത്തു വെച്ചിട്ടല്ലാതെ കണ്ണട വെച്ചുകൊണ്ടുപോലും സംസാരിക്കാറില്ല. ഇത് എന്റെ അനുഭവമാണ്. സംഘടനകൾ ഒന്നോ രണ്ടോ മൂന്നോ ഉണ്ടാകാം, പക്ഷേ ഉസ്താദുമാരാണ്, ആലിമീങ്ങൾ ആലിമീങ്ങളാണ്, സയ്യിദന്മാര് സയ്യിദന്മാരാണ്, ബാപ്പയും ഉമ്മയുമാണ്, പ്രായമുള്ളവര് പ്രായമുള്ളവരാണ്, അയൽവാസികൾ ഏത് മതക്കാരായാലും അയൽവാസികളാണ്. ഈ നിലക്കുള്ള ചിന്ത നമുക്കുണ്ടാകണം. ഉസ്താദിന്റെ വസിയ്യത്തുകൾ പലതും എനിക്ക് ഓർമ്മയുണ്ട്. കൂട്ടത്തിലൊരു വസിയ്യത്ത് ഞങ്ങളോട് പറഞ്ഞു, കുട്ടികളെ ചക്ക കെട്ടാൽ കുറെയൊക്കെ തിന്നാനുണ്ടാവും കേട്ടോ, മുട്ട കെട്ടാൽ ഒന്നിനും പറ്റൂല കേട്ടോ, വളരെ ദൂരെ കൊണ്ടോ എറിയണം കേട്ടോ. എനിക്കിത് മനസ്സിലായില്ല, എന്താ പറഞ്ഞെന്ന്. പിന്നെ പറഞ്ഞ മനസ്സിലായോ? ചക്ക കെട്ടാൽ തന്നെ സാധാരണക്കാരെ പറ്റിയ, സാധാരണക്കാര് മോശമായാൽ എന്നാലും കുറെയൊക്കെ നന്മ ഉണ്ടാവും. മുട്ട കെട്ടാൽ പറഞ്ഞ് നിങ്ങളെ പറ്റിയ, മുസ്ലിംമാരെ പറ്റിയ, മുസ്ലിംമാര് വെടക്കായാൽ മുട്ട കെട്ട മാതിരിയാണ്. അതുകൊണ്ട് മുസ്ലിംമാര് വെടക്കാൻ പാടില്ല. ഉസ്താദിന്റെ വസിയ്യത്താണ്. അങ്ങനെ സർവ്വവിഭാഗവും നന്നാകണമെങ്കിൽ നേതൃത്വങ്ങൾ നന്നാകണം, പണ്ഡിതന്മാര് നന്നാകണം. അങ്ങനൊരു നല്ല സമൂഹം നമുക്ക് ലോകത്തുണ്ടാകണം. പടച്ച റബ്ബ് സർവ സമുദായങ്ങൾക്കിടയിലും സഹവർത്തിത്വവും സഹിഷ്ണുതയും വിശാല മനസ്സുമുള്ളൊരു സമൂഹമായി നമ്മുടെ സമൂഹത്തെ മുഴുവനും സംസ്കരിച്ചു തരുമാറാകട്ടെ. ദുഷിച്ച ചിന്താഗതികൾ മനസ്സിൽ നിന്ന് അറുത്തു മാറ്റണമെന്നുകൂടി ആ വാക്കിനർത്ഥമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഓ നബിയേ, അവിടുന്ന് സത്യമേ പ്രചരിപ്പിക്കുന്നുള്ളൂ, നല്ലത് മാത്രമേ വിതരണം ചെയ്യുന്നുള്ളൂ, നല്ലതേ പ്രവർത്തിക്കുന്നുള്ളൂ. പക്ഷേ തങ്ങളെ കുറ്റം പറയാൻ ഇവിടെ ആളുണ്ട്, തങ്ങളെ അപമതിക്കാൻ ഇവിടെ ആളുണ്ട്, തങ്ങളെ നിസ്സാരപ്പെടുത്താൻ ഇവിടെ ആളുണ്ട്, തങ്ങളെ സംബന്ധിച്ച് തങ്ങൾക്ക് ആൺമക്കൾ ജീവിക്കാത്തതുകൊണ്ട് അഥവാ ആൺമക്കളൊക്കെ കുട്ടിക്കാലത്ത് മരണപ്പെട്ടതുകൊണ്ട് അപലക്ഷണമുള്ള ആളാണെന്ന് വരെ പറഞ്ഞവരുണ്ട്. ഇന്ന ശാനിയക ഹുവൽ അബ്തർ. അതുകൊണ്ട് തങ്ങളെ അപമതിച്ച് സംസാരിക്കുന്ന, അങ്ങയെ നിന്ദിച്ച് സംസാരിക്കുന്നവൻ അവനാണ് ലക്ഷണം കെട്ടവൻ. എന്റെ
എന്റെ ഹബീബായ നബി ഒരിക്കലും ലക്ഷണം കെട്ടവനല്ല. അങ്ങയ്ക്ക് ധാരാളം മക്കളെ അല്ലാഹു തന്നിട്ടുണ്ട് നബിയേ. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഇപ്പോഴും ഈ സ്റ്റേജിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കളാണ്, തങ്ങന്മാരാണ്. ഖിയാമത്ത് വരെ അവിടുത്തെ മക്കൾ ഇവിടെ ലോകം മുഴുക്കെ നിറഞ്ഞു കിടക്കുമെന്നുകൂടി ആ സൂറത്ത് പഠിപ്പിക്കുകയാണ്. അതേ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനെ നിന്ദിച്ച് സംസാരിച്ചവൻ ഇപ്പോൾ അവന് അഡ്രസ് ഉണ്ടോ? അവന്റെ മക്കൾ എവിടെ? അവന്റെ കുടുംബം എവിടെ? അവന്റെ ഫാമിലി എവിടെ? അവന്റെ പരമ്പര എവിടെ? അതുകൊണ്ട് ഒരിക്കലും തന്നെ ആക്ഷേപങ്ങളും അതുപോലെ അപമതിക്കലുകളൊന്നും തന്നെ ഓ നബിയെ തങ്ങൾ വില വെക്കേണ്ടതില്ല. തങ്ങളുടെ പിന്നിൽ പറ പോലെ ഉറച്ചു നിന്ന് ജീവിക്കുന്ന അവിടുത്തെ അനുയായികളും വില വെക്കേണ്ടതില്ല. നിങ്ങളെ മനസ്സിൽ ഒരിക്കലും ദുഷിച്ച ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഈ സൂറത്ത്. ബലിപെരുന്നാളിനെ സൂചിപ്പിക്കുന്ന സൂറത്ത് നമ്മെ അറിയിക്കുന്ന ആശയം എന്ന് വളരെ ചുരുക്കി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർറാഹിമീനായ റബ്ബേ, മഹാനായ താജുൽ ഉലമ മുതൽ സുൽത്താനുൽ ഉലമ ഖമറുൽ ഉലമ ശൈഖുനാ കാന്തപുരം ഉസ്താദ് മുതൽ എംഎ ഉസ്താദ് മുതൽ ചിത്താരി ഉസ്താദ് മുതൽ ഒതുക്കുങ്ങൽ സുലൈമാൻ ഉസ്താദ് മുതൽ പൊന്മള ഉസ്താദ് മുതൽ ഞങ്ങളെ സർവ്വ ആലിമീങ്ങൾക്കും അല്ലാഹുവേ സയ്യിദ് അലി ബാഫഖി തങ്ങൾ മുതൽ ഖലീൽ തങ്ങൾ വരെ ഞങ്ങളുടെ മുഴുവൻ സയ്യിദന്മാർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനേ. SYSന്റെയും SSFന്റെയും SMAയുടെയും സുന്നി ജമിയത്തുൽ മുഅല്ലിമീന്റെയും ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തകന്മാർക്ക് നീ മനക്കരുത്ത് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങൾ മർക്കസ് മുതൽ മഅദിൻ മുതൽ സിറാജുൽ ഹുദ മുതൽ ഞങ്ങളുടെ ഏതെല്ലാം സ്ഥാപനങ്ങൾ ലോകത്തുണ്ടോ ആ സ്ഥാപനങ്ങളെല്ലാം നിന്റെ പൊരുത്തം മാത്രം കരുതി നിനക്ക് വേണ്ടി ഞങ്ങൾ സ്ഥാപിച്ചു നടത്തുന്ന സ്ഥാപനങ്ങളാണ്. അവിടെ കാര്യം നേർച്ച ചെയ്തോ സദഖ ചെയ്തോ അവരുദ്ദേശിച്ചത് നീ കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങളും സംഘടനകളും ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കളേ റഹ്മാനേ. മനുഷ്യരെന്ന നിലയ്ക്ക് ഞങ്ങളെ വാക്കുകളിലോ പ്രവർത്തനങ്ങളിലോ നീ പൊരുത്തപ്പെടാത്ത വല്ലതും സംഭവിച്ചെങ്കിൽ നീ മാപ്പ് ചെയ്യണേ റഹ്മാനേ. ഇത് സംഘടിപ്പിച്ച പ്രവർത്തകർക്കും നേതാക്കൾക്കും നീ ഇതിന് സഹായിച്ചവർക്കും സർവ ഖൈറും നൽകണേ റഹ്മാനേ. ഈ വില്യാപ്പള്ളിയിലും പരിസരങ്ങളിലും ഈ മഹല്ലത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ദീനിന്റെ ഖാദിമീങ്ങൾക്കും കുടുംബങ്ങൾക്കും നീ ഖൈർ ചെയ്യണേ റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സിറാജുൽ ഹുദയുടെ ഒരു ശാഖ വടകരയിൽ സിറാജുൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടക്കുന്നുണ്ട്, നിങ്ങൾക്കറിയാം. അതിന്റെ പുരോഗമന പ്രവർത്തനത്തിന് വേണ്ടി ഇതിന്റെ അടുത്ത് കുറിഞ്ഞാലിയോട് ഒരു സ്ഥലം എടുത്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. നമ്മൾ അമ്മദാരി അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുന്ന തൊട്ടവർക്കാരനാണ്. അവിടെ നമ്മുടെ പ്രവർത്തനങ്ങളുമായി ആവശ്യമായ വിഷയങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും എല്ലാ മതക്കാരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.